iPhone 14 Pro Maxന്റെ അൺബോക്സിങ്ങും ഇനിഷ്യൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വട്ടം വന്നേക്കുന്ന iPhone 14 സീരീസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് iPhone 14ഉം 14 പ്ലസ് എന്നുള്ള വേരിയന്റ്, അതായത് റെഗുലർ 14 വേരിയൻസിനകത്ത് വ്യത്യാസം വരുന്നത് 14 പ്ലസിനകത്താണ്. അതായത് അതൊരു മാക്സ് സൈസ്ഡ് ഫോണാണ്, 6.7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു ഫോണാണ്. പക്ഷെ അല്ലാതെ നമ്മൾ 14 നോക്കുവാണെങ്കിൽ അതും iPhone 13 തമ്മിൽ വലിയ മാറ്റങ്ങളില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ വട്ടം പ്രോ സീരീസ് ആണ് മാറ്റങ്ങൾ വന്നേക്കുന്ന ഫോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അപ്ഗ്രേഡ് കിട്ടിയേക്കുന്ന ഫോൺ എന്ന് പറയുന്നത് പ്രോ സീരീസ് ആണ്. അതായത് നമ്മൾ അൺബോക്സിങ് നോക്കുവാണെങ്കിൽ അൺബോക്സിങ്ങിനകത്ത് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് US വേരിയന്റ് അല്ലാതെ വേറെ ഏത് വേരിയന്റ് എടുത്താലും സിം ട്രേ ഉള്ള ഫോൺ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ആക്സസറീസ് എന്ന് പറയുന്നത് ചാർജിങ് കേബിൾ മാത്രമാണ്. പിന്നെ നമുക്ക് സിം ട്രേ ഉള്ളതുകൊണ്ട് തന്നെ ആ സിം ഇജക്ഷൻ പിന്നും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 14 എടുത്തേക്കുന്ന കളർ വേരിയന്റ് സ്പേസ് ബ്ലാക്കും സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറയുന്നത് 128 GB ആണ്. അതായത് ബേസ് വേരിയന്റ് ആണ്. അത് നമ്മൾ ബേസ് വേരിയന്റ് പ്രൈസിങ് എടുക്കുവാണെങ്കിൽ ഇന്ത്യയിലുള്ള പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രൈസിംഗ് നോക്കാൻ നേരത്ത് 14 Pro Maxന്റെ പ്രൈസിംഗ്, അതായത് തുടങ്ങുന്നതെന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസിംഗ് എന്ന് പറയുന്നത് 1,40,000 ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റോറുകളുള്ള വേരിയന്റ് എടുക്കാൻ പോകുന്ന നേരത്ത് പ്രൈസിംഗ് നല്ലോണം കൂടുന്നുണ്ട്. അതും 1 TB വേരിയന്റ്, അതാണ് ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1,90,000 അടുപ്പിച്ചാണ്. അപ്പോൾ പ്രൈസിംഗ് നല്ല കൂടി നിൽക്കുകയാണ് ഇന്ത്യയിൽ. അത് നമുക്കിവിടെ പ്രൈസിങ്ങിനെ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നോക്കാൻ നേരത്ത് ഒരു ഓവർ പ്രൈസ്ഡ് ആയ ഫോൺ തന്നെയാണ് iPhone 14 Pro സീരീസ്. അതുകൊണ്ട് 14 Pro Maxനകത്ത് ഞാനിവിടെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണിൻ്റെ ഈ കളർ എന്ന് പറയുന്നത്, ഈ സ്പേസ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവ് ഒരു കളറാണ്. അതായത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇറക്കിയ ബ്ലാക്ക് വേരിയൻസ് അല്ലെങ്കിൽ ഒരു ഗ്രേ വേരിയൻസിനകത്ത് വെച്ച് ഒരു പ്രോപ്പർ ബ്ലാക്ക് കണക്ക് വന്നിരിക്കുന്ന വേരിയൻ്റ് ആണ് ഈ സ്പേസ് ബ്ലാക്ക്. നമ്മൾ മെറ്റൽ റെയിൽ നോക്കുവാണെങ്കിൽ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഗ്ലോസ് ആയിട്ട് വന്നേക്കുന്നത് നല്ല ഡാർക്കായ ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്. പിന്നെ ബാക്കിലും ഡാർക്ക് ടോൺ തന്നെയാണ് കിട്ടുന്നത്, അതായത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് iPhone 12 Pro സീരീസ് അല്ലെങ്കിൽ 13 Pro സീരീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ വ്യത്യാസം വരാത്തൊരു ഡിസൈനാണ്. അതായത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫ്രെയിം സ്റ്റെയിൻലെസ് സ്റ്റീൽ കിട്ടുന്നുണ്ട്, പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് വരുന്നുണ്ട്, അതും ബാക്കിലത്തെ ഗ്ലാസിന് ആ മാറ്റ് ഫിനിഷും കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറ ഹൗസിംഗ് നോക്കുവാണെങ്കിൽ ഈ 14 Proയ്ക്കകത്ത്, പ്രത്യേകിച്ച് 14 Pro Maxനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ ഹൗസിംഗ് ഭയങ്കര വലുതാണ്. ക്യാമറ ഒരുപാട് പുറത്തേക്ക് നിൽക്കുന്ന നടക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കേസ് ഇടാതെ ഉപയോഗിക്കുവാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് വരും. അത് ഈ ഒരു ഫോണിന് കേസ് ഇട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ തറയിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിപ്പയറബിലിറ്റി കോസ്റ്റ് നോക്കാൻ നേരത്തെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്രീൻ ഗാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല പ്രീമിയം ഫിനിഷ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈനകത്ത് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. പക്ഷേ ഇവിടുത്തെ ഡിസൈനകത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോ മാക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത് നല്ല വലിയൊരു ഫോണാണ്. അതായത് നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് കൂടിയതും ഈ വലിപ്പം കൂടിയത് നല്ലോണം അറിയാൻ പറ്റും. വെയിറ്റ് എന്ന് പറയുന്നത് 240 grams ആണ്. പക്ഷേ എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റി ഏറ്റവും പ്രീമിയം തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 12 Pro തൊട്ടുള്ള ഫോൺസിനകത്ത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണെങ്കിലും ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് അല്ല. അതും ഇവിടുത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡ്സ് വരുന്നതും ഈ ഇങ്ങനത്തെ ഗ്ലാസ് അകത്തേക്ക് ഇരിക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയ ഒരു ഡിസൈൻ കണക്കാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഡിസൈനകത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ക്യാമറ ഹൗസിംഗ് പുറത്തേക്ക് നിൽക്കുന്ന അല്ലാതെ വേറെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്താണ് നല്ലൊരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ 13 Pro സീരീസും 14 Pro സീരീസും കൂടെ നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ 14 Pro സീരീസിനകത്ത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡിസ്പ്ലേയിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. നോച്ച് മാറിയിട്ട് അതിന് പകരം ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു കട്ടൗട്ട് വന്നു. ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ നെയിമിംഗ് ആണ്, പക്ഷേ ഇതൊരു കട്ടൗട്ടാണ്. അതായത് കട്ടൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഐഡിക്കും ക്യാമറയ്ക്കും വേണ്ടി ഒരു കട്ടൗട്ടാണ് അവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഈ കട്ടൗട്ടിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ കട്ടൗട്ടായിട്ട് തോന്നുമെങ്കിലും ഇത് അങ്ങനെയല്ല. അതിൻ്റെ ഇടയ്ക്കും ഡിസ്പ്ലേ പോകുന്നുണ്ട്. പക്ഷേ അവർ ചെയ്തേക്കുന്നത്, സോഫ്റ്റ്വെയർ ചെയ്തേക്കുന്നത് അത് മൊത്തത്തിലൊരു കട്ടൗട്ടാണ് കാണിക്കാനാണ്. അതുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിൻ്റെ ട്രിക്കാണ് മൊത്തത്തിൽ വർക്ക് ആവുന്നത്. അതായത് സോഫ്റ്റ്വെയർ വെച്ചുള്ള ഒരു പ്രത്യേകത, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ, സപ്പോർട്ടഡ് ആയിട്ടുള്ള ആപ്പ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വലുതാവുകയും ചെറുതാകുകയും അത് കണക്ക് തന്നെ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ നോട്ടിഫിക്കേഷൻ സ്പേസ് ആണ് കാണിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനെയാണ് ആപ്പിൾ ഡൈനാമിക് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ടേക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ രീതി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങുമ്പം ഇതൊരു പ്രത്യേകത ഉള്ളൊരു കാര്യമായിട്ട് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ നോട്ടിഫിക്കേഷൻ സിസ്റ്റം കണക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് സപ്പോർട്ടഡ് ആണെങ്കിൽ, അതായത് ഈ ഒരു സോഫ്റ്റ്വെയറായിട്ട് സപ്പോർട്ടഡ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ ആപ്സും പിന്നെ കുറച്ചല്ലാത്ത ആപ്സ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ സപ്പോർട്ടഡ് ആയ ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആപ്പ് മിനിമൈസ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡൈനാമിക് ഐലൻഡ് ആയ ഏരിയ, അതായത് ആ കട്ടൗട്ട് ഏരിയക്കകത്തേക്ക് അത് വന്നിട്ട് അത് നമുക്കൊരു ആനിമേഷൻ കണക്ക് അവിടെ നിൽക്കും. അത് മാത്രമല്ല, നമുക്ക് അതിനകത്ത് തൊടുന്ന സമയത്ത് നമ്മളൊരു സിംഗിൾ ടാപ്പാണ് ചെയ്യുന്നതെങ്കിൽ ആ ആപ്പിലേക്ക് തിരിച്ചു പോകും. അതിന് വരെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വിഡ്ജറ്റ് കണക്കൊരു കാര്യം ഓപ്പൺ ആയി വരികയും ചെയ്യും.
അത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ മൾട്ടി ടാസ്കിങ് ഫ്രണ്ട്ലി ആക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വരാൻ നേരത്ത് കുറച്ച് സംശയങ്ങൾ കാണും. പ്രത്യേകിച്ച് ഞാൻ ഈ പ്രോ മാക്സ് എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് അത് എങ്ങനെ ഉപയോഗിക്കും. അതായത് നമുക്ക് വലിയൊരു ഫോൺ ആവാൻ നേരത്ത് ഒറ്റ കൈ കൊണ്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട. കാരണം വെച്ചാൽ നമുക്ക് ഈ ഫോൺ എന്ന് പറയുന്നത് ഇത്രയും വലുപ്പമായതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ 2 കൈ കൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങനെ വലിയൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല. എനിക്ക് നല്ലോണം തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അതും ഇവിടെ ഈ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആപ്പിലേക്ക് പോകണതും ലോങ് പ്രസ് ചെയ്യുമ്പോൾ വിഡ്ജറ്റിനൊക്കെ ഓപ്പൺ ആയി വരുന്ന കാര്യവും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ചില യൂസേഴ്സിന് അത് അങ്ങനെ അല്ലാതെ തിരിച്ചു വരുന്നതാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ രണ്ടാമത് എനിക്കുള്ളായിരുന്ന സംശയം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഈ കട്ടൗട്ടിനകത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ എപ്പോഴും തൊടുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് സ്മഡ്ജ് കണക്ക് വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ക്വാളിറ്റിയിൽ പ്രശ്നം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ക്വാളിറ്റിയിൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു കാര്യം കാണാൻ പറ്റും. ഫോട്ടോ കുറച്ച് ഒരു ക്ലാരിറ്റി കുറഞ്ഞ കണക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഈ ഒരു ഫോൺ എടുത്തതിന് ശേഷം ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് അതായത് സെൽഫി എടുക്കുന്ന സമയത്ത് ഞാൻ ആ ക്യാമറ പോർഷൻ എന്ന് പറയുന്നത് തുടച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്നേരം മാത്രമാണ് എനിക്ക് പെർഫെക്റ്റ് ക്വാളിറ്റി ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനത്തെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു ഏരിയ തൊടാൻ നേരത്ത് അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ടായിരുന്നു. ഇനി ഡിസ്പ്ലേ പൊതുവെ പറയുവാണെങ്കിൽ ഇത് പ്രോ മാക്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസ്പ്ലേ സൈസ് 6.7 ഇഞ്ചാണ്. അപ്പോൾ നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. അത് ഒരു OLED ഡിസ്പ്ലേ ആണ്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2796 by 1290 ആണ്. അതായത് 460 ppi ആണ് വന്നേക്കുന്നത്. അത് ഇവിടെ ഈ ഡിസ്പ്ലേക്കകത്ത് അടുത്തുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ഉണ്ട്. അത് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സപ്പോർട്ട് നമുക്ക് ആദ്യമായിട്ടാണ് ഐഫോൺസിൽ വരുന്നത്. അതായത് ഈ 14 പ്രോ സീരീസ് മാത്രമേ ഈ സപ്പോർട്ട് ഉള്ളൂ. നമുക്ക് 13 പ്രോ കിട്ടത്തില്ല. 13 പ്രോന്റെ ഡിസ്പ്ലേ നമുക്ക് റിഫ്രഷ് റേറ്റ് മാറുന്ന ഡിസ്പ്ലേ ആയിരുന്നു. അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആയിരുന്നു. അതായത് 120 ഹെർട്സ് വരെ പോകുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിനൊക്കെയാണ് ഇവിടെ നമുക്ക് 120 ഹെർട്സ് വരെയാണ് മാക്സിമം പോകുന്നത്. പക്ഷേ ലോവസ്റ്റ് പോകുന്നത് 1 ഹെർട്സ് വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്കകത്ത് എനിക്ക് വലിയ ഗുണം തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോൺ കണക്കല്ല. അത് നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമുക്ക് ടൈമും അങ്ങനെ കാണിക്കുന്ന കണക്കല്ല. അതിന് പകരം നമ്മുടെ വാൾപേപ്പറും അത് കണക്ക് തന്നെ നമ്മുടെ ടൈമിന്റെ ക്ലോക്കും അല്ലെങ്കിൽ വിഡ്ജറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഡൾ ആവുന്ന കണക്കാണ്. അപ്പോൾ ആ വാൾപേപ്പർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഡിസ്പ്ലേ കുറച്ചും കൂടെ ലൈറ്റായി നിൽക്കുന്ന കണക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടെങ്കിലും വലിയ ഇന്ററാക്ഷൻസ് ഒന്നും അതിനകത്ത് നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫീച്ചർ ഓഫ് ചെയ്തിടാനാണ് തോന്നിയത്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം വെച്ചാൽ ബാറ്ററി ഡ്രെയിൻ വരുന്നുണ്ടായിരുന്നു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫീച്ചർ വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 2000 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടന്റ് ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് പുറത്ത് ഉപയോഗിക്കാൻ വേണ്ടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടന്റ് കാണുമ്പോഴൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആണ്. പക്ഷേ കണ്ടന്റ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോച്ചിന് പകരം ഇവിടെ ഇങ്ങനത്തെ ഒരു കട്ടൗട്ടാണ് വന്നേക്കുന്നതെങ്കിലും ഈ കട്ടൗട്ട് നോച്ചിന്റെ കാട്ടിയും കുറച്ചുകൂടെ താഴേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും. കാരണം നമുക്ക് നോച്ചുള്ള സമയത്ത് നോച്ച് ഒരു കോർണറിലേക്കായിരുന്നു. ഇപ്പോൾ ഇതേക്കല്ല നമ്മൾ ഡിസ്പ്ലേക്ക് അകത്തേക്കാണ് വന്നേക്കുന്നത്. അതും കുറച്ച് താഴെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോർമലായ 16:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മൾ സൂം ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് കാണത്തില്ല. പക്ഷേ സൂം ഇൻ ചെയ്യാൻ നേരത്തെ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കോണം. പക്ഷേ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാകാം ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതോട്ടങ്ങ് പൊരുത്തപ്പെടുമായിരിക്കും. പക്ഷേ ഈ ഒരു ആദ്യ സമയത്ത് അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അടുത്ത കാര്യം അതായത് അടുത്ത വന്നേക്കുന്ന വ്യത്യാസം ഈ ഫോണിനകത്ത് ഇതിൻ്റെ ഇന്റേണൽസിനകത്താണ്. അതായത് നമുക്കിവിടെ പുതിയ പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. ആപ്പിളിന്റെ A16 ബയോണിക് ചിപ്പാണ് വന്നേക്കുന്നത്. അതും പെർഫോമൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഫോൺ ലാഗ് ആവുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. അതായത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വളരെ ഫാസ്റ്റും സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ആവുന്നത്. അത് നമുക്ക് ചൂടാവുന്ന കാര്യം പോലും അങ്ങനെ ഭയങ്കരമായിട്ടില്ലായിരുന്നു. ഒരുപാട് ഇന്റൻസ് ആയിട്ട് കുറേ നേരം ചെയ്യുമ്പോഴാണ് ചൂടാവുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് പരമായിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ റാം എന്ന് പറഞ്ഞാൽ 6 GB ഉള്ളതുകൊണ്ട് തന്നെ റാം മാനേജ്മെന്റിനകത്തും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ പ്രൊസസ്സർ കിട്ടിയ കാര്യം വലിയ ഹൈപ്പായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഹൈപ്പായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ഇവിടെ ആദ്യമായിട്ട് ക്യാമറയ്ക്കകത്തൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ആപ്പിളിന്റെ ക്യാമറ സിസ്റ്റം നോക്കുവാണെങ്കിൽ അതിന്റെ റെസൊല്യൂഷൻ എപ്പോഴും 12 മെഗാ പിക്സൽ ആയിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട്. അപ്പോൾ ആദ്യ കാലത്തൊക്കെ വേറെ ആയിരുന്നെങ്കിലും പിന്നെ 12 മെഗാ പിക്സലിലേക്ക് വന്നതിന് ശേഷം കുറേ കാലം 12 മെഗാ പിക്സൽ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിട്ട് ഇവിടെ മെയിൻ ക്യാമറയ്ക്കകത്ത് റെസൊല്യൂഷൻ ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 48 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിന്റെ ആപ്പച്ചർ f1.78 ആണ്. അതോട് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെബിലൈസേഷൻ സെക്കൻഡ് ജനറേഷൻ സെൻസർ ഷിഫ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോയ്ക്കകത്ത് ഭയങ്കര ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ എൻ്റെ ആദ്യ ടെസ്റ്റിങ്ങിനകത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഞാൻ 13 Pro ആണ് ഇതിന് മുമ്പ് ഉപയോഗിച്ച ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോണും ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം കൂടെ നോക്കുവാണെങ്കിൽ ഇവിടെ 14 മെഗാ പിക്സൽ ക്യാമറ ഉണ്ടെങ്കിലും നമുക്ക് ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം 12 മെഗാ പിക്സലാണ്. നമുക്ക് റോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റോ ഫോട്ടോ ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 48ലേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ നമ്മുടെ ഫയൽ സൈസ് ഭയങ്കരമായിട്ട് കൂടും. ഫയൽ സൈസ് എന്ന് പറയുന്നത് നമുക്ക് 50 MB അതിനൊക്കെ മുകളിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ള രീതി ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് നല്ല ലൈറ്റുള്ളൊരു കണ്ടീഷനിൽ എടുത്തപ്പോൾ അങ്ങനെ ഭയങ്കര വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ഷാർപ്നെസ്സിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് സൂം ഇൻ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷെ നമുക്ക് ലോ ലൈറ്റിലേക്ക് പോകാൻ നേരത്ത് അപ്പോൾ കുറച്ചും കൂടെ ഷാർപ്നെസ് കൂടി കണക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ
നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസം പ്രതീക്ഷിച്ച് നിങ്ങളൊരു 13 പ്രോയിൽ നിന്ന് ഇതിനകത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യരുത്. കാരണം അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൂടെ ആപ്പിൾ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രോസസ്സിംഗ് രീതി മാറ്റിയിട്ടുണ്ട്. ഫോട്ടോണിക് എഞ്ചിൻ 2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സിംഗ് രീതിയിലാണ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് പോലും എനിക്കങ്ങനെ ഭയങ്കര വ്യത്യാസം തോന്നിയില്ല. അത് നമുക്ക് ചില ഫോട്ടോസ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ നേരത്തെ തന്നെ അങ്ങനെ ഭയങ്കര വ്യത്യാസമുള്ളതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതിൽ നിന്ന് എടുത്തെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാമറ സിസ്റ്റം പറയുവാണെങ്കിൽ ഈ മെയിൻ ക്യാമറ 14 മെഗാ പിക്സൽ ആയെങ്കിലും എനിക്കങ്ങനെ ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളതാണ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാമറ എന്ന് പറയുന്നത് അൾട്രാവൈഡ് ക്യാമറയ്ക്കകത്താണ്. അതായത് അൾട്രാവൈഡ് ക്യാമറയുടെ വ്യത്യാസം കുറച്ചും കൂടെ അറിയാമെന്നുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ലോ ലൈറ്റിലൊക്കെ ഉപയോഗിക്കാൻ നേരത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഇതിൻ്റെ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ തോന്നിയത്. ഈ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ ഒരു 12 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ ആപ്പേച്ചർ f2.2 ആണ്. അത് ഈ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ വെച്ച് നമുക്ക് മാക്രോ ഷോട്ട്സും എടുക്കാൻ പറ്റും. അപ്പോൾ മാക്രോ ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോ സീരീസിൽ മാത്രമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പ്രോ സീരീസ് തന്നെ എടുക്കണം. അപ്പോൾ എനിക്ക് മാക്രോ ഷോട്ട്സിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മാക്രോ ഷോട്ട്സ് ആണ് എടുക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ടെലിഫോട്ടോ ക്യാമറയാണ്. അത് നമ്മൾ ആ ഒരു ക്യാമറയിലേക്ക് മാറ്റി ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3x സൂമിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ആ ഒരു ക്യാമറയ്ക്ക്. നല്ലൊരു ക്യാമറ തന്നെയാണ് അത്. പക്ഷേ നമ്മൾ ഈ ക്യാമറ ആപ്പ് എടുക്കാൻ നേരത്തെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.5x കഴിഞ്ഞ് പിന്നെ 1x കഴിഞ്ഞിട്ട് 2x കാണിക്കുന്നുണ്ട്. അപ്പോൾ 2xന് വേണ്ടി നമുക്കിവിടെ വേറൊരു ക്യാമറ ഇല്ല. അതിന് ഒരു ആപ്പിൽ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ക്യാമറയ്ക്കകത്ത് നിന്ന് ക്രോപ്പ് ചെയ്തുള്ള ഇമേജാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒപ്റ്റിക്കൽ സൂം കണക്ക് തന്നെയാണ്. അപ്പോൾ അത് ഒപ്റ്റിക്കൽ സൂം കണക്കല്ല. കാരണം ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മെയിൻ സെൻസർ വെച്ചാണ് എടുക്കുന്നത്. ക്രോപ്പ് ചെയ്ത് എടുക്കുന്ന കണക്കാണ്, അല്ലെങ്കിൽ നമ്മൾ സൂം ചെയ്ത് എടുക്കുന്ന കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഒപ്റ്റിക്കൽ സൂമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. ഇവിടെ ഒപ്റ്റിക്കൽ സൂമായിട്ട് എനിക്ക് തോന്നിയത് 3x മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വീഡിയോ റെക്കോർഡിംഗിലേക്ക് പോകുകയാണെങ്കിൽ ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ ആണ് എടുക്കുന്നത്. നമുക്ക് 4K 60 FPS എടുക്കാൻ പറ്റും. നമുക്ക് 8K വരെ ഒന്നുള്ള സപ്പോർട്ട് ഇല്ല. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നുന്നില്ല. 4K 60 FPS എടുക്കുന്ന വീഡിയോ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ സിനിമാറ്റിക് വീഡിയോയ്ക്കകത്തും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് സിനിമാറ്റിക് വീഡിയോയ്ക്കകത്തും 4K എടുക്കാൻ പറ്റുന്നുണ്ട്. 4K 30 FPS എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനൊക്കെ പുറമെ നമുക്ക് പുതിയൊരു കാര്യം കിട്ടുന്നുണ്ട്, ആക്ഷൻ മോഡ്. അപ്പോൾ ആക്ഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോപ്രോ കണക്കാണ്. അതായത് നമുക്ക് ആക്ഷൻ ക്യാമറ കണക്ക് വർക്ക് ആവുന്ന കണക്കാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡ് വർക്ക് ആവണമെങ്കിൽ ഒരുപാട് ലൈറ്റ് വേണമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു മോഡ് ഓൺ ചെയ്യാൻ നേരത്ത് അവർ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയ്ക്കകത്ത് ക്രോപ്പ് ചെയ്ത് കാണിക്കുവാണ്, ഇമേജിനെ ക്രോപ്പ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ നേരത്ത് ക്വാളിറ്റി കുറവ് വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ മെയിൻ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യണം. അതായത് നിങ്ങൾ ആ ഒരു മോഡ് ഓൺ ചെയ്തതിന് ശേഷം മെയിൻ ക്യാമറയിലേക്ക് മാറ്റുക, എന്നിട്ട് എടുക്കുക. പക്ഷേ അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വീഡിയോ കണക്കല്ല, കുറച്ചും കൂടെ സൂംഡ് ഇൻ ആയുള്ള വീഡിയോ ആണ്. കാരണം ക്രോപ്പ് ചെയ്താണ് തരുന്നത് ആ ഒരു സ്റ്റെബിലൈസേഷന് വേണ്ടി. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ആക്ഷൻ വീഡിയോസ് ഒരുപാട് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇൻഡോർ ലൈറ്റിംഗിൽ എടുക്കാൻ പാടാണ്. അതിന് പകരം നിങ്ങൾ ഔട്ട്ഡോർ ലൈറ്റിംഗ് തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ ആക്ഷൻ ഷോട്ട്സും. അപ്പോൾ അതുകൊണ്ടാണ് അതും ഈ ഒരു കാര്യം ചിലപ്പോൾ സോഫ്റ്റ്വെയർ വെച്ച് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ്സ് വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ പേടിക്കേണ്ട, ഏറ്റവും ബെസ്റ്റ് വീഡിയോ എടുക്കുന്ന ഒരു ഫോൺ തന്നെയാണ് iPhone 14 Pro Max എന്ന് പറയുന്നത്. അത് നമ്മളുടെ വീഡിയോ റെക്കോർഡിങ്ങും ഫോട്ടോയുടെ കാര്യത്തിനകത്ത് തന്നെ ഒരുപാട് ഫോട്ടോ ടെസ്റ്റിങ്ങും വീഡിയോ റെക്കോർഡിംഗ് ടെസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യം ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മിസ്സാവാതിരിക്കണമെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊക്കെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ചെയ്യുക. ഈ ബാക്കി നമ്മൾ കാര്യത്തിലേക്ക് പോകാൻ നേരത്ത് ഇവിടെ ഫ്രണ്ടിലത്തെ ക്യാമറയ്ക്കകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. പക്ഷേ ഈ വട്ടം നമുക്ക് ഓട്ടോ ഫോക്കസ് കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ ആപ്പേച്ചർ f1.9 ആണ്. അത് ഈ ഒരു ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ഞാൻ 13 Pro ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഷാർപ്പായ, കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു ഇമേജ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനും ഈ ഫ്രണ്ട് ക്യാമറ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ അവസാനമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രാഷ് ഡിറ്റക്ഷൻ ഫീച്ചർ കിട്ടുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, കാർ ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു അപകടം പറ്റുവാണെങ്കിൽ നമുക്കൊരു ക്രാഷ് ഡിറ്റക്ഷൻ വന്നിട്ട് നമുക്കൊരു എമർജൻസി കോൾ ചെയ്യുന്നൊരു ഫീച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരാതിരിക്കട്ടെ. പിന്നെ എമർജൻസി SOS ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ സപ്പോർട്ടൊന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് US-ലും കാനഡയിലാണ് ഉള്ളത്. അത് നമുക്ക് ഇതുവരെ അത് ലോഞ്ച് ആയിട്ടില്ല. അത് ഇനി ഒരു അപ്ഡേറ്റ് വഴി വരുത്തേ ഉള്ളൂ. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം നോക്കുവാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്പീക്കർ സിസ്റ്റമാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ്. നല്ല റിച്ച് ആയ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് വന്നേക്കുന്നത്. പിന്നെ അൺലോക്കിംഗ് മെത്തേഡ് ഞാൻ മുമ്പേ പറഞ്ഞാണ്, ഫേസ് ID ആണ്. നല്ല ഫാസ്റ്റായിട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ മാസ്ക് വെച്ചാലും വർക്ക് ആവുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അത് കൊള്ളാം. പിന്നെ 5G സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ IP റേറ്റിംഗ് കിട്ടുന്നുണ്ട്. IP68 റേറ്റിംഗ് ആണ് വന്നേക്കുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി 4323 mAh ആണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബാറ്ററി തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ബാറ്ററി ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിനകത്ത് എനിക്കൊരു ഡീറ്റെയിൽ ബാറ്ററി ടെസ്റ്റിംഗ് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ആദ്യത്തെ ഒരു ഉപയോഗത്തിനകത്ത് ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു ദിവസം നിൽക്കുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഹെവി യൂസർ ആണെങ്കിൽ പോലും ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെ എന്തായാലും സ്ക്രീൻ ഓൺ ടൈം കിട്ടണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പക്ഷേ ബാറ്ററി ചാർജിങ് എടുക്കാൻ നേരത്തെ ലൈറ്റ്നിങ് പോർട്ട് തന്നെയാണ്. അപ്പോൾ ലൈറ്റ്നിങ് കേബിൾ വെച്ച് തന്നെ ചാർജ് ചെയ്യണം. അത് നമുക്ക് ചാർജറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കണം. ഫോണിലൂടെ കിട്ടുന്നില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്കിപ്പം ചൈനീസ് ഫോൺസ് കണക്ക് ഒരുപാട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സപ്പോർട്ട് അല്ല വരുന്നത്. അതിന് പകരം 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് മാക്സേഫ് ചാർജിങ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതായത് മാക്സേഫ് ആക്സസറീസും മാക്സേഫ് ചാർജറൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബാറ്ററിയുടെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് സെൻസേഴ്സിനകത്ത് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ GPS സെൻസർ ആയാലും അങ്ങനത്തെ കാര്യത്തിന് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഈ iPhone 14 Pro Maxനകത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആപ്പിൾ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ 14 പ്രോ സീരീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ പ്രൈസിങ്, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസിന് അത്രയും വേർത്തായ ഒരു ഇന്നോവേഷൻ ഉള്ളൊരു ഫോണല്ല ഐഫോൺ 14 പ്രോ സീരീസ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും സോളിഡ് ആയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫോൺ വേണം, നിങ്ങളിൽ 13 പ്രോ ഒന്നും അല്ല ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഐഫോൺ തന്നെ വേണമെന്നാണെങ്കിൽ ഈ ഒരു 14 പ്രോ സീരീസ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് 14 പ്രോ മാക്സ് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തരുന്നൊരു ഫോൺ തന്നെയാണ് ഈ 14 പ്രോ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് എനിക്ക് ആദ്യം തോന്നിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? ഇവിടെ ഈ ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കട്ടൗട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു ഫീച്ചർ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇന്നോവേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? ആ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ തന്നെ ഇടാം. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.